പ്രിയ കൂട്ടുകാരെ, ആരാണ് യഥാർത്ഥത്തിൽ മൂഢൻ? നാം നമ്മെ തന്നെ ആരെന്ന് വിലയിരുത്തുന്നു? സ്വയം ജ്ഞാനികളെന്ന് അവകാശപ്പെടുന്ന പലരും ആ ഗണത്തിൽ തന്നെ പെടുന്നവരാണോ? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി വിശുദ്ധ വേദപുസ്തകത്തിൽ എന്താണ് നൽകുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പലവിധമായ ശാരീരിക വൈകല്യങ്ങൾ നിമിത്തം ബുദ്ധി കുറഞ്ഞവരായി ജനിക്കുന്ന അനേകർ ഈ ഭൂമിയിലുണ്ട്. അവരെ ഒന്നും ഈ ഗണത്തിൽ ദൈവവചനം പെടുത്തുന്നില്ല. പിന്നെ ആരാണ് ഈ മൂഢൻ? സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുകയും തൻ്റെ വഴിയാണ് ശരിയെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. അവരുടെ ഹൃദയത്തിൽ ജ്ഞാനത്തെയും പ്രബോധനത്തെയും നിരസിച്ച് ദോഷം ചെയ്യുന്നതിൽ അവർ സന്തോഷം കണ്ടെത്തുന്നു. അവരുടെ ഉള്ളിലെ നീരസത്തെ അവർ ക്ഷണത്തിൽ തന്നെ വെളിപ്പെടുത്തുന്നു. അവരുടെ ഹൃദയത്തിൽ അവർ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നവരും അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാത്തവരും ഉയരങ്ങളിലേക്ക് അഥവാ സ്വർഗത്തിലേക്ക് തൻ്റെ കണ്ണുകളെ ഉയർത്താൻ മടി കാണിക്കുന്നവരും ആണ്. അങ്ങനെയുള്ളവരുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് നോക്കുന്നതിന് പകരം ഭൂമിയുടെ അറുതികളിലേക്ക് നോക്കുന്നു. അവർ തങ്ങൾക്ക് വേണ്ടി സ്വരൂപിക്കുന്നതിൽ മാത്രം സംതൃപ്തി കണ്ടെത്തുന്നു. തൻ്റെ മനസ്സ് വെളിപ്പെടുത്തുന്നതിൽ അല്ലാതെ ബോധം പ്രാപിക്കണമെന്നോ ബോധത്തോടെ സംസാരിക്കണമെന്നോ പ്രവർത്തിക്കണമെന്നോ ഉള്ള കാര്യത്തിൽ ഒരു താല്പര്യവും ഇല്ലാത്തവരാണ് ഈ കൂട്ടർ. മൂഢന്റെ വായി വഴക്കിനും തല്ലിനും കാരണമായി തീരുന്നു. അവന്റെ വായ് തന്നെ അവന്റെ നാശവും പ്രാണന് കെണിയും ആയിത്തീരുന്നു. വാക്കുകളുടെ ജ്ഞാനത്തെ നിരസിക്കുന്ന ഇങ്ങനെയൊരു ഭോഷനോട് എതിരിടുന്നതിനേക്കാൾ നല്ലത് അവൻ കേൾക്കെ ജ്ഞാനം സംസാരിക്കാതിരിക്കുന്നതും അവനെ വിട്ട് പിന്മാറുന്നതും ആണ്. അല്ലാതെ ഭോഷന് കൂട്ടാളിയായാൽ പിന്നീട് വ്യസനിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഭോഷന്മാരുടെ ഉയർച്ച അവസാനം അപമാനത്തിലേക്കാണ് ചെന്നെത്തുന്നത്. അവർ ജ്ഞാനഹൃദയന് ദാസനായി തീരും. അവർ സ്വന്തം ഹൃദയത്തിലും വിവേകത്തിലും ആശ്രയിച്ച് ദൈവം പോലും ഇല്ല എന്ന് വിശ്വസിക്കുകയും ഒരു നായ സ്വന്തം ഛർദിയിലേക്ക് വീണ്ടും തിരിയുന്നത് പോലെ സ്വന്തം ഭോഷത്വം ആവർത്തിക്കുകയും ചെയ്യുന്നത് കൊണ്ട് സ്വർഗരാജ്യവും അവകാശമാക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തുവും ഈ കാര്യം വ്യക്തമാക്കുന്നു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ തൻ്റെ പ്രാണനെ നഷ്ടപ്പെടുത്തും. അതോടൊപ്പം നായ്ക്കളും ദോഷം ചെയ്യുന്നത് ഒരു കളിയായെടുക്കുന്ന ഭോഷന്മാരായ ദുഷ്ടന്മാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. ഇത്രയൊക്കെ കേട്ടപ്പോൾ നാമും ആ ഗണത്തിലാണോ എന്നൊരു സംശയം കൂട്ടുകാർക്ക് തോന്നിയോ? എങ്കിൽ മൂഢൻ ആരാണെന്നോ അവന്റെ ചിന്തകളും പ്രവൃത്തികളും എന്തൊക്കെയാണെന്നോ മാത്രമല്ല, എങ്ങനെ ഒരു മൂഢൻ ആകാതിരിക്കാം എന്നും വിശുദ്ധ വേദപുസ്തകം പറഞ്ഞു തരുന്നുണ്ട്. അതിങ്ങനെയാണ്: സ്വന്തം വിവേകത്തിന് പുറകെ പോവാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. യഹോവ നൽകുന്ന ജ്ഞാനവും പ്രബോധനവും സ്വീകരിച്ച് ഭോഷത്വത്തെ വിട്ട് ജ്ഞാനിയായി തീരുക. ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് പ്രയോജനപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു പുതിയ കഥയുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.